ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ധനീസ് കിച്ചൻ. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നല്ലപ്പത്തിൻ്റെ റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ ഇതേപോലെ ചെറിയ ചെറിയ സൂക്ഷ്മങ്ങളോട് കൂടിയ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പാണിത്. അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അപ്പം കൂടിയാണിത്. ഇതിൻ്റെ കൂടെ ഏത് രീതിയിലുള്ള കറികളും നന്നായിട്ട് യോജിച്ചു പോകും. സ്റ്റൂ, കുറുമ, കടലക്കറി, അങ്ങനെ ഏത് വെജിറ്റബിൾ കറികളും നന്നായിട്ട് യോജിച്ചു പോകുന്നതാണ്. ഇനി ഈ ഒരു അപ്പം എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെയുള്ള ഒരു ചെറിയ ബൗളിൽ നിറയെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ പത്തിരിപ്പൊടി എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ അരിപ്പൊടി. ഞാൻ ഇത് പുറമേ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള അരിപ്പൊടിയാണിത്. അപ്പോൾ അതാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഇതിന് പ്രത്യേകിച്ചിട്ട് അങ്ങനെ വലിയ അളവുകളൊന്നും ഇല്ല. ഞാനിപ്പോൾ ഒരു ബൗളിലാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് കപ്പിൻ്റെ മെഷർമെൻറ്റ് അങ്ങനെ എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ബൗളിൽ എടുത്തിട്ടുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഇങ്ങനെ അരിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം കുറച്ച് ചേർത്ത് ഞാനിത് ഇതേപോലെ ഒന്ന് സ്പൂണ് വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ലൂസായി കിട്ടുന്ന വരെ നമുക്കിതുപോലെ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല തിക്കായിട്ട് അങ്ങനെ വേണ്ട, കുറച്ച് വെള്ളം ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്തിട്ട് വേണം നമുക്ക് ഇട്ട് കൊടുക്കാൻ. ഇതുപോലെ സ്പൂൺ വെച്ച് ഇളക്കുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും അതൊന്ന് നന്നായിട്ട് ഇളകി കിട്ടുന്ന രീതിയിൽ തന്നെ വേണം. എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ മൂടി വെച്ചിട്ട് മിക്സി നന്നായിട്ടൊന്ന് കറക്കി എടുത്തിട്ട് വരാം. ഇതുപോലെ നല്ല കൊഴുമ്പ് രൂപത്തിലുള്ള ഒരു ബാറ്ററാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി കുറച്ചുകൂടി വലിപ്പമുള്ള ഒരു പാത്രത്തിലേക്ക് ഞാൻ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു മാവിലേക്ക് ഈസ്റ്റ് ചേർക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് പൊങ്ങി വന്ന് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള രീതിയിലായിരിക്കണം നമുക്ക് പാത്രത്തിൻ്റെ വലിപ്പം എടുക്കാൻ. മിക്സിയിലേക്ക് വീണ്ടും ഒരു ബൗൾ കൂടി അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ 2 ബൗള് അരിപ്പൊടിയാണ് ടോട്ടൽ യൂസ് ചെയ്യുന്നത്. വീട്ടിൽ മെമ്പേഴ്സ് കൂടുതലുള്ള ആൾക്കാർ അതിനനുസരിച്ചിട്ട് അരിപ്പൊടി എടുക്കുക. ആദ്യം ചെയ്തതുപോലെ തന്നെ അരിപ്പൊടിയിലേക്ക് 4 ടേബിൾ സ്പൂൺ തേങ്ങ വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാം. ബാക്കി വന്ന ചോറുണ്ടെങ്കിൽ അത് 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. ഈ ഒരു നല്ലപ്പത്തിലേക്ക് ഞാൻ ചോറൊന്നും ചേർക്കുന്നില്ല, അല്ലാതെ തന്നെയാണ് തയ്യാറാക്കുന്നത്. അങ്ങനെ വീണ്ടും 2ാമത്തെ തവണയും ഇതേപോലെ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ബാറ്റർ തയ്യാറാക്കുന്ന സമയത്ത് വല്ലാതെ ലൂസാവാനും പാടില്ല, നന്നായി തിക്കാവാനും പാടില്ല. അത് നമ്മൾ വെള്ളയപ്പക്കൂട്ടിൻ്റെ ആ ഒരു രീതിയിലായിരിക്കണം ഇതിന് തയ്യാറാക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ പൊടിച്ച പഞ്ചസാര ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പൊടിച്ചതില്ലെങ്കിൽ സാധാരണ പഞ്ചസാര ചേർത്താലും മതി. ഇനി ചേർക്കുന്നത് 1/4 ടീസ്പൂൺ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. പഴക്കമില്ലാത്ത ഈസ്റ്റ് തന്നെ എടുക്കാൻ നോക്കുക. പഴക്കമുള്ള ഈസ്റ്റൊക്കെ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൊന്തി വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് പുതിയ നല്ല ഈസ്റ്റ് തന്നെ എടുക്കുക. ഇനി ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരടപ്പ് വെച്ചിട്ട് നമുക്കിത് മൂടി വെക്കാം. നല്ല ഈസ്റ്റാണെങ്കിൽ ഒരു 4-5 മണിക്കൂർ കൊണ്ട് തന്നെ നന്നായിട്ട് പൊങ്ങിക്കിട്ടും. ഇതിപ്പം ഏകദേശം ഒരു 5 മണിക്കൂറായി. ഇതിപ്പം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനിത് സ്പൂണ് വെച്ച് ഇളക്കുകയാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കാൻ പറ്റും, ആ ഒരു പതഞ്ഞ് ഇങ്ങനെ വരുന്നത്. ഇനി ഇത് സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിനകത്തേക്ക് ഒരല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഉപ്പ് ചേർക്കുന്നത് വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്, അപ്പോൾ അത് നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുക്കണേ. സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാൻ അടുപ്പത്ത് വെക്കുക. പാൻ ഒന്ന് നന്നായി ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് 1.5 സ്പൂൺ മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മാവ് ഒഴിച്ചതിന് ശേഷം വെറുതെ മെല്ലനെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. വല്ലാതെ അങ്ങോട്ട് നേരിയതാക്കിയിട്ട് ചുറ്റിക്കേണ്ട, കുറച്ച് കട്ടിയിൽ തന്നെ വേണം അത് ചുറ്റിച്ചെടുക്കാൻ. ഇതേപോലെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ഇങ്ങനെ തയ്യാറാക്കിയതിന് ശേഷം ഇതിന് മുകളിലേക്ക് ഒരടപ്പ് വെച്ച് മൂടി വെക്കാം. 3-4 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇതിനകത്തേക്ക് നിറയെ സുഷിരങ്ങളുള്ള നല്ല അപ്പമായിട്ട്, സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമായിട്ട് ഉണ്ടായി വരുന്നത് കാണാം. അപ്പോൾ ഇതിനകത്തേക്ക് നിറയെ സുഷിരങ്ങളുള്ള അപ്പമായിട്ടാണ് ഇത് ഉണ്ടാവുക. അതാണ് ഈ ഒരു നല്ലപ്പത്തിൻ്റെ പ്രത്യേകത. ഈ അപ്പം മറിച്ചിടുകയൊന്നും വേണ്ട കേട്ടോ, അത് നേരെ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുത്താൽ മതി. ഇങ്ങനെ ആവശ്യത്തിനനുസരിച്ചിട്ട് എല്ലാ അപ്പവും തയ്യാറാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ നല്ലപ്പം തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് ഈ ഒരു നല്ലപ്പം ഉണ്ടാക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ഇതേപോലെ ഈ ഒരു രീതിയിൽ അപ്പം തയ്യാറാക്കുന്നവരുണ്ടെങ്കിൽ അതിനെന്താണ് പേരുള്ളതെന്ന് കൂടി ഒന്ന് താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. ഞാൻ ഈ ഒരു അപ്പത്തിന് പേരിട്ടുള്ളത് നല്ലപ്പം എന്നാണ്. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള, സോഫ്റ്റ് ആയിട്ടുള്ള, നല്ല സുഷിരങ്ങളോട് കൂടിയ അപ്പമാണിത്. എല്ലാ കറികളോട് കൂടി യോജിച്ചു പോകുന്ന ഒരു അപ്പം കൂടിയാണിത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താഴെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. ഇനിയും പുതിയ റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.